നമസ്തേ. ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് 7 at 7-ലേക്ക്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ ദേശഭക്തി ഗാനം ആലപിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഭീഷണിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളിന്റെ NOC റദ്ദാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ദേശഭക്തി ഗാനം എന്ന് പറയാൻ പ്രിൻസിപ്പലിന് എന്ത് അധികാരമെന്നും മന്ത്രി ചോദിച്ചു. കുട്ടികൾ ഗണഗീതം ആലപിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് കൊണ്ടുവന്ന് ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ച് പാടിച്ചിരിക്കുന്നത്. ഇത് പെട്ടെന്ന് വിളിച്ചുകൊണ്ടുവന്ന് പാടിയതല്ല. 1-2 ആഴ്ചക്കാലത്തെങ്കിലും മിനിമം റിഹേഴ്സൽ ഇതിന് നടത്തി കാണും. അത് ആരുടെ സ്കൂളായിരുന്നാലും, ഏത് മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളായിരുന്നാലും, ഒരു സ്കൂളിലും മതേതരത്വത്തിന് വെല്ലുവിളിയായുള്ള അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായുള്ള ഒരു നടപടിക്രമങ്ങളും നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമേയില്ല. CBSE സ്കൂളായിരുന്നാലും കേരള ഗവൺമെന്റ് സ്കൂളായിരുന്നാലും സ്കൂൾ ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. ആ NOCയിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എത്രമാത്രം അസഹിഷ്ണുത നിറഞ്ഞ വാക്കുകളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്? സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഭീഷണിയുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. സ്കൂളിന്റെ NOC റദ്ദാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. ഏത് രീതിയിലുള്ള മതേതരത്വമാണ് ഇവിടെ ചോദ്യം ചെയ്തത്, അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയാണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും പറയുന്നില്ല. പക്ഷേ ആരെയോ പ്രീണിപ്പിക്കാനെന്നോണം അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. രോഹിണി, സ്വാഭാവികമായിട്ടും അതായത് എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്ക് ഫ്ളാഗ് ഓഫ് ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഈ വിദ്യാർത്ഥികൾ പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള ഗണഗീതം ചൊല്ലിയത് അത് ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ തകർത്തു എന്നുള്ളതാണ് പ്രധാനമായും CPM ഈ ഒരു വിഷയത്തിൽ നൽകുന്ന ഒരു നരേഷൻ. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് മതേതരത്വം തകരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. മന്ത്രി വ്യക്തമാക്കുന്നത് സർക്കാർ പരിപാടിയാണ്, കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയാണ്, സ്വാഭാവികമായും ഒരു പ്രോട്ടോകോൾ പാലിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇത്തരം വിഷയത്തിൽ പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, സ്കൂളിനെതിരെയുള്ള ഒരു പ്രതികാര നടപടി ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നതിന്റെ ചില സൂചനകൾ കൂടിയാണ് ഇന്നിപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായത്. കുട്ടികൾ നിരപരാധിയാണ്, കുട്ടികൾക്ക് കൃത്യമായി പരിശീലനം നൽകിയാണ് അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു ഗണഗീതം ചൊല്ലുവാൻ വേണ്ടി അവസരം നൽകിയത് എന്നുള്ളതാണ് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം തന്നെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ നടപടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി നടത്തുമെന്നുള്ളത് മന്ത്രി വ്യക്തമാക്കുന്നു. അതായത് സ്വാഭാവികമായും സംസ്ഥാനത്ത് ഒരു സ്കൂൾ ആരംഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC ആവശ്യമാണ്. ആ NOC നൽകുമ്പോൾ ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു വിഷയത്തിൽ എന്നുള്ളത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് സ്വാഭാവികമായും സ്കൂളിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി സ്വീകരിക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറാകുന്നു, അല്ലെങ്കിൽ സർക്കാർ അത്തരം കരുതലിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഈ പരമപവിത്രമതാമി മണ്ണിൽ എന്നുള്ള ഈ ഒരു ഗാനം സ്വാഭാവികമായും അത് ദേശഭക്തി ഗാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അത് ഭാരതാംബയാണ് ആ ഒരു ഗാനത്തിലൂടെ പുകഴ്ത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയോ അല്ല ആ ഗീതത്തിൽ പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇത്തരമൊരു ഗാനം അത് മുമ്പും പല വേദികളിൽ ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ തന്നെ ക്ഷേത്രങ്ങളിൽ ഗാനമേള സംഘമൊക്കെ തന്നെ ആലപിച്ചപ്പോൾ ഇത്തരത്തിൽ അസഹിഷ്ണുത ഈ CPMന്റെ ഭാഗത്തുനിന്ന് മുൻപും പലതവണ കാട്ടിയതാണ്. സ്വാഭാവികമായി ഇപ്പോൾ വന്ദേ ഭാരതത്തിൽ അല്ലെങ്കിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഈ ഗാനം കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായും ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു ആഹ്ലാദത്തിൽ, ഒപ്പം തന്നെ ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം കളറാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടി ഇത്തരം ഒരു ഗണഗീതം ചൊല്ലി അപ്പോൾ അതിനെ ജനാധിപത്യ മൂല്യങ്ങൾ തകർന്നു, അല്ലെങ്കിൽ അതിനെ ധർമ്മബോധം അല്ലെങ്കിൽ അത്തരം മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന തരത്തിൽ വരുത്തി തീർത്ത് അത്തരമൊരു നരേഷൻ നൽകാനാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇസ്ലാമിക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് CPM നടത്തുന്നത്. അതെ, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം പാടിയ സംഭവത്തിൽ പ്രതികാര നടപടിയുമായി സർക്കാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്.
എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന യാത്രയിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ച സംഭവത്തിലാണ് വീണ്ടും സർക്കാരിന്റെ അസഹിഷ്ണുത. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിലാണ് വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനം ആലപിച്ചത്. RSS ഗണഗീതം ഇത്തരം പരിപാടികളിൽ പാടാൻ പാടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. എന്നാൽ ദേശീയത നിറഞ്ഞ ഗാനം കുട്ടികൾ ആലപിച്ചതിനെതിരായ വിമർശനത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. രാജ്യസ്നേഹം തുളുമ്പുന്നതും മഹാത്മാക്കളെ സ്മരിക്കുന്നതുമായ ഗാനത്തിനെതിരായ അസഹിഷ്ണുത സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം SITയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യുവതിയുടെ കുടുംബവും BJPയും. കടുത്ത സുരക്ഷാ വീഴ്ച ആരോഗ്യ കേരളത്തിൽ തുടർക്കഥയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ അവിടെ സംസാരിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. ചികിത്സാ പിഴവുകളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ 2025 കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ ഉൾപ്പെടെയുണ്ട്. കേരള ഗവൺമെൻറ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകളുണ്ട്. ആ ഉത്തരവുകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് കേരള ഹൈക്കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആ അന്വേഷണം ജില്ലാതലത്തിലുള്ള അന്വേഷണമാണ് ആദ്യം നടക്കേണ്ടത്. അതിനുശേഷം ആ കാര്യത്തിൽ എന്തെങ്കിലും പരാതികളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള അപ്പലേറ്റ് കമ്മിറ്റിയുണ്ട്. ആ അന്വേഷണം നടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്ന് അധികാരികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത്രയും നിർധനമായിട്ടുള്ള ഒരു കുടുംബം അന്നന്നത്തെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അതത് ദിവസത്തെ അധ്വാനത്തിലൂടെ വഴി കണ്ടെത്തുന്ന ഒരു കുടുംബം, സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരു കുടുംബം, അങ്ങനെയുള്ളൊരു കുടുംബത്തിന് 1 ലക്ഷത്തിലധികം രൂപ ചികിത്സയുടെ പേരിൽ ചെലവാക്കേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് പരിശോധിക്കാമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ 3 ഉറപ്പുകളാണ് ഞങ്ങളിന്ന് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ ഇപ്പോൾ തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാര്യം കൂടി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആവശ്യം എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ മുന്നിൽ ആവശ്യപ്പെടാനുള്ളത്, ഇത്രയും നിർധനരായിട്ടുള്ളൊരു കുടുംബം, ആ കുടുംബത്തിൻ്റെ 2 കുട്ടികൾ, ഒന്ന് കഷ്ടിച്ച് 15 ദിവസം പ്രായമുള്ള കുട്ടി, മറ്റൊന്ന് 2.5 വയസ്സുള്ള കുട്ടി. ഈ 2 കുട്ടികൾ അനാഥരാകുന്ന ഒരു സാഹചര്യം, അമ്മയില്ലാത്തവരാകുന്ന സാഹചര്യം, ആ സാഹചര്യം ഇല്ലാതിരിക്കാൻ കുടുംബനാഥനായിട്ടുള്ള ശ്രീ മനുവിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കണം. ആവശ്യമാണെങ്കിൽ സർക്കാർ ജോലി നൽകണം. ഈ കുടുംബത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള, കാരണം സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ പിഴവിൻ്റെ ഫലമായിട്ടാണ് ഈ കുടുംബത്തിലെ 2 കുട്ടികൾക്ക് അമ്മയില്ലാതാകുന്നത്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും തുടർന്നുള്ള ജീവിതവും, ആ ജീവിതത്തിന് തടസ്സമുണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി എന്നുള്ള നിലയിലാണ് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സഹായം, ആ സഹായം നൽകണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ള, ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഇവിടെ കാത്തിരുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ കേരളത്തിലെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും മികച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ ആശുപത്രിയിൽ ഒരു വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം, അതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം കിട്ടാൻ ഏതാണ്ട് 8-9 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയുടെ യഥാർത്ഥ ചിത്രം എന്നുള്ളത്
കേരളത്തിലെ ഓരോ വ്യക്തിയെയും ലജ്ജിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും ദയാഹീനരായിട്ടുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിൻ്റെ മുന്നിൽ സ്ത്രീകളാരെങ്കിലും പ്രസവ മുറിക്ക് സമയം വരേണ്ടതാണ്. ആതിരാവിഷ്ണു സ്ത്രീകളാരെങ്കിലും പ്രസവ മുറിക്ക് സമയം വരേണ്ടതാണ്. ആ സംവിധാനത്തിൻ്റെ മുന്നിൽ കാരുണ്യത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് പൊതുപ്രവർത്തകർക്കടക്കം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കടക്കം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരൻ, ഒറ്റപ്പെട്ട പൗരൻ, അവൻ നിസ്സഹായനാണ് എന്നുള്ളതാണ് ഇത് വെളിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ജാഗരൂകരായിരിക്കും. അടുത്ത 10-15 ദിവസങ്ങൾക്ക് ശേഷം ഈ കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതേ വാതിലിൽ മുട്ടാനായിട്ട് വീണ്ടും എത്തും എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ സമരം നടത്തിയിട്ടില്ല, ഞങ്ങളിവിടെ കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കാത്തിരിപ്പിന് താൽക്കാലിക വിരാമമുണ്ടായിരിക്കുന്നു. സന്തോഷപൂർവ്വം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുടുംബാംഗങ്ങൾ, നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടായിരിക്കുന്നു എന്നുള്ളത്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിൽ യുവതി മരിച്ച സംഭവത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതികരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. RSSന് രാഷ്ട്രീയമില്ലെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വയം സേവകർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറില്ല. പാർട്ടികളെയോ വ്യക്തികളെയോ അല്ല, നയങ്ങളെയാണ് RSS പിന്തുണയ്ക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണത്തെ കോൺഗ്രസ് പിന്തുണച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസിനും വോട്ട് നൽകിയേനെയെന്നും ശാഖയിൽ മതമില്ലെന്നും സംഘത്തിന് ജാതി വേർതിരിവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. We do not support any political party. We do not participate in vote politics, current politics, election politics, etc. Sangha is work of uniting the society. And politics by nature is division. So we keep out of politics. We support policies. And especially now that we are a force, we will exert our force to support the right policy. Not individual, not a party, but policy. For example, we wanted to have Ram Mandir in Ayodhya. So our Swayam Sevaks supported them who stood by its construction. So BJP was there. If Congress would have supported that, our Swayam Sevaks supported that party also. സ്കന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദൻ, RSSന് രാഷ്ട്രീയമില്ലെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? രോഹിണി, പൊളിറ്റിക്സിലല്ല പോളിസിയിലാണ് വിശ്വാസം RSSന്, അല്ലെങ്കിൽ RSS പോളിസിയിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്, നയങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്, രാഷ്ട്രീയമായിട്ടല്ല എന്നുള്ളതാണ് പ്രധാനമായും ഡോക്ടർ മോഹൻ ഭാഗവത് ചൂണ്ടിക്കാണിച്ചത്. ബംഗളൂരുവിൽ RSSന്റെ ശതാബ്ദി വർഷ പരിപാടിയുടെ ഭാഗമായി പ്രഭാഷണ പരമ്പരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ പ്രവർത്തിക്കുന്ന സ്വയം സേവകർ, അത്തരം സ്വയം സേവകർ രാഷ്ട്രീയ പാർട്ടികളിലല്ല പ്രവർത്തിക്കുക, അവർക്ക് രാഷ്ട്രീയമല്ല പ്രഥമ സ്ഥാനം എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ അതിന് അനുയോജ്യമായ മറ്റുള്ളവരുണ്ട്. സ്വയം സേവകർ അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരല്ല, അല്ലെങ്കിൽ പാർട്ടികളെ അല്ല അവർ മുന്നോട്ട് നോക്കുന്നത്, നയങ്ങളെയാണ് അവർ മുന്നിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത് രാമക്ഷേത്രമാണ്. രാമക്ഷേത്രം വരണമെന്നുള്ളത് സ്വയം സേവകരെല്ലാം കൃത്യമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. BJP അതിനെ പിന്തുണച്ചു. BJP പിന്തുണച്ചതുകൊണ്ട് സ്വാഭാവികമായും BJPക്കൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘം നിന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. കോൺഗ്രസ് നിന്നില്ല, അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കപ്പെട്ടു. മാത്രമല്ല, രാഷ്ട്രത്തെ ഏത് ദിശയിൽ ചലിപ്പിക്കണമെന്നത് സംബന്ധിച്ച് RSSന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, കൃത്യമായ ദിശാബോധമുണ്ട്. ആ ദിശാബോധത്തിനൊപ്പം സഞ്ചരിക്കുന്നവർക്കൊപ്പം രാഷ്ട്രീയ സ്വയം സേവക സംഘം നിൽക്കുമെന്നുള്ളതാണ് സർസംഘചാലക് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംഘശാഖയിലേക്ക് ആർക്കും കടന്നു വരാമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതിൽ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ വ്യത്യാസമില്ല. പക്ഷേ അവർ ഭാരതാംബയുടെ പുത്രന്മാരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വേണം കടന്നു വരാനെന്നും അദ്ദേഹം ബംഗളൂരുവിൽ വ്യക്തമാക്കി. രോഹിൻ, ശരി, സ്കന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.
ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ 67 സ്ഥാനാർത്ഥികളെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. കൊടുങ്ങാനൂരിൽ VV രാജേഷ്, ശാസ്തമംഗലത്ത് R ശ്രീലേഖ, കരുമത്ത് GS ആശാനാഥ്, പാളയത്ത് പത്മിനി തോമസ്, തമ്പാനൂരിൽ തമ്പാനൂർ സതീഷ് തുടങ്ങിയവരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവേൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. സെക്കൻഡ് അല്ല, തേർഡ് അല്ല, ഫോർത്ത് അല്ല, ലാസ്റ്റ് അല്ല, ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു. 67 കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇവർ BJPന്റെ കാൻഡിഡേറ്റ്സുമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന BJPന്റെ പ്രവർത്തകരാണ്. ശാലിനി ചേരുന്നു. ശാലിനി, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ 67 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. 67 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇന്ന് വൈകിട്ടോടുകൂടി തലസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 67 പേരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിൽ നിന്ന് മുൻ DGP R ശ്രീലേഖ മത്സരിക്കുകയാണ്. പാളയം വാർഡിൽ നിന്നും പത്മിനി തോമസ് അടക്കമുള്ള മുൻ കായിക താരങ്ങൾ മത്സരിക്കുന്നു. കൂടാതെ തന്നെ മുൻ BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. അങ്ങനെ അനുഭവ സമ്പത്തും ഒപ്പം തന്നെ പുതിയ തലമുറയിലെ സ്ഥാനാർത്ഥികളെയും അടക്കമാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ഭരണ കേന്ദ്രമാക്കി തലസ്ഥാനത്തെ മാറ്റുകയാണ് BJPയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ വികസിത അനന്തപുരി, വികസിത തലസ്ഥാനം, അതാണ് BJPയുടെ ആപ്തവാക്യം. മാറാത്തത് ഇനി മാറുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇന്ന് മുതൽ തന്നെ പ്രചരണ രംഗത്ത് സജീവമാകുകയാണ്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ തമ്പാനൂർ സതീഷ് അടക്കമുള്ളവർക്ക് പ്രധാനപ്പെട്ട ഇടത്ത് തമ്പാനൂരിൽ തന്നെ സ്ഥാനാർത്ഥിത്വം നൽകിക്കൊണ്ടാണ് BJP 67 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയുള്ള പ്രചരണ ചൂടിലേക്ക് BJP കടന്നിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പ്രഖ്യാപിച്ചത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാർ നിയമസഭയിലേക്കുള്ള 2ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. മറ്റന്നാൾ 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ ജനവിധി രേഖപ്പെടുത്തും. 160-ലധികം സീറ്റുകൾ നേടി NDA അധികാരത്തിൽ തുടരുമെന്ന് ആർവോളിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയൂ. രോഹിണി, ബീഹാറിൽ ദിവസങ്ങൾ നീണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിച്ചു. അവസാന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് റാലികൾ, മുഖ്യമന്ത്രി നിതീഷ് കുമാർ പങ്കെടുത്ത റാലികളുമായിരുന്നു NDA സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം രാഹുൽ ഗാന്ധി ബീഹാറിലുണ്ട്. രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് റാലി, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെ, ദേശീയ തലത്തിലുള്ള നേതാക്കളെ ഇറക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളുമാണ് അവസാന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുള്ളത്. 20 ജില്ലകൾ, അതായത് ഗയ, മധുബനി, കിഷൻഗഞ്ച്, ഈസ്റ്റ്, വെസ്റ്റ്, ചമ്പാരൻ മേഖലകൾ, അത്തരത്തിൽ 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളാണ് 2ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഇതിൽ ചമ്പാരൻ മേഖല BJPയുടെ ശക്തി കേന്ദ്രമാണ്. ചമ്പാരൻ മേഖലയിലെ 21 മണ്ഡലങ്ങളിൽ 16-ലധികം മണ്ഡലങ്ങളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. അവിടെ 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. ഗയ, കിഷൻഗഞ്ച്, മധുബനി അധികവും
ഗ്രാമീണ മേഖലകളാണ്, കർഷകർ കൂടുതലായുള്ള പ്രദേശങ്ങളാണ്. അവിടെ അടിസ്ഥാന സൗകര്യ വികസനം, കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ആരംഭിച്ചിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും പ്രചാരണ പരിപാടികളുമാണ് ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി കൊടിയിറങ്ങിയിട്ടുള്ളത്. നാളെ നിശബ്ദ പ്രചരണത്തിന്റെ സമയമാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ് 64% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 14-ാം തീയതിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകൾ സംബന്ധിച്ച രേഖകൾ SIT കണ്ടെത്തി. ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയതിന്റെ രേഖകളാണ് കണ്ടെടുത്തത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ സംരക്ഷിച്ച് CPM. സ്വർണം ചെമ്പാക്കി മാറ്റിയതിന് പിന്നിൽ N വാസുവിന്റെ ഇടപെടലാണെന്ന് വ്യക്തമായിട്ടും അറസ്റ്റ് വൈകുന്നത് ഉന്നത ഇടപെടൽ മൂലമെന്നാണ് സൂചന. ഇടുക്കിയിലെത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ് കൊളുക്കുമല. ഒരിക്കലും മറക്കാനാകാത്ത, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഉദയാസ്തമനങ്ങളാണ് കൊളുക്കുമലയുടെ പ്രത്യേകത. മേഘം മൂടിയ മലനിരകൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന കാഴ്ച ആരുടെയും മനം നിറയ്ക്കും. ഇവിടേക്കുള്ള ജീപ്പ് സഫാരിയും സഞ്ചാരികൾക്ക് പുതിയ അനുഭൂതി പകരുന്ന ഇടമാണ്. ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.